റസിയ, എന്ത് പണിയാ കാണിച്ചേക്കുന്നത്? അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. അയ്യോ ചേട്ടാ, ഞാൻ അവിടെ ഓൾറെഡി ആൾക്കാരെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അല്ല, എത്ര പേര് ആഹാരത്തിന് വെയിറ്റ് ചെയ്യുന്നു റസിയ? ഇത് കുഞ്ഞുകളിയാണ്. ഇത് ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇല്ല ചേട്ടാ, അതിനുള്ള ഇതെല്ലാം ഞാൻ വേറൊരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്ന് എനിക്ക് പോവാൻ പറ്റത്തില്ല. ആക്ച്വലി എന്റെ ഒരു ചെറിയ സിനിമ റിലീസ് ആവുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു തിരക്കിലായിരുന്നു. സിനിമ റിലീസ് ആവുന്നോ? റസിയ നടിയാവുന്നോ? ശരിക്കും? അതെ. അപ്പൊ ഈ ആഹാരം കൊടുക്കുന്ന കാര്യമൊക്കെ നിർത്തി വെക്കുവാണോ? ഇല്ല 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 ഇല്ല, ഞാനിപ്പോ ഒരു എന്താ പറയാ, സിനിമയുടെ ഒരു ആവശ്യം ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ഒരാളെ ഏൽപ്പിച്ചു. സാധാരണ ഞാനാണ് പോവാറ്. പക്ഷെ എന്താ പറയാ, സിനിമയുടെ ഒരുക്കങ്ങൾ ഞാനാണല്ലോ, നമ്മുടെ ട്രിവാൻഡ്രത്താണല്ലോ റിലീസ്, അതിന്റെ ഓരോ ഓട്ടത്തിലായിരുന്നു. അപ്പൊ ഞാനിപ്പോ ശരിക്കും പറഞ്ഞത് അറിയാതെ വന്നേക്കുന്നത്. അപ്പൊ റസിയ നടിയാവുന്ന കാര്യം എല്ലാവരും അറിയണ്ടേ? പത്തിൽ അറിയിക്കണ്ടേ? എവിടെ അറിയിക്കണ്ടേ? അവർക്ക് അറിയാമോ? റസിയയുടെ വരവും പ്രതീക്ഷയോട് ഒരു കൂട്ടം ആൾക്കാരോട് വെയിറ്റ് ചെയ്യുകയാണ് ആഹാരത്തിന് വേണ്ടിയൊക്കെ. അപ്പൊ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ റസിയ നടിയാവുന്ന കാര്യം? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്ത് സംഭവം? എന്ത് ചെയ്ത പടം ചെയ്യാൻ പോകുന്നു ഇപ്പൊ? ഇത് നമ്മുടെ പി ചന്ദ്രകുമാർ സാറിന്റെ മൂവിയാണ്. അതെ 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 അതെ, ചന്ദ്രകുമാർ സാർ. ഞാൻ അതില് ആക്ച്വലി ഒരു സോങ് അഭിനയിക്കാൻ പോയതാണ്. അപ്പൊ സാറിന് ഒരു സോങ് അഭിനയിച്ചപ്പോ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 5ഓളം മൂവി അഭിനയിച്ചിട്ടുണ്ട്. കൊറോണയ്ക്ക് മുന്നേ ഒരു 2 മൂവി റിലീസ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവി, ട്രിവാൻഡ്രത്ത് റിലീസാവുന്ന ഫസ്റ്റ് മൂവിയാണ് വേലോത്സവം എന്നാണ്. അതെ. ആക്ച്വലി എനിക്ക് ജിയോ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, ജിയോ ജോൺ. ആള് വിളിച്ചിട്ട് റസിയെ നമ്മുടെ ഒരു സിനിമയുണ്ട്, അതിലൊരു സോങ് ചെയ്യണം, അത് ഭയങ്കര ഹോളിവുഡ് സ്റ്റൈലിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ചേട്ടാ ചെയ്യാമല്ലോ, പക്ഷെ ഞാൻ മാലിയിലാണ് ഉള്ളത്, എനിക്കിനി ഇവിടുന്ന് വരാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് അത് ഇതെല്ലാം വേണമല്ലോ. അപ്പോൾ പറഞ്ഞു നീ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് കയറിക്കോ. ആ ശരി ചേട്ടാ ഞാൻ വരാം. ആ പുള്ളിക്കാരൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ പോവുകയാണ്, ചെറിയ വേഷം. അപ്പോൾ ആ ശരി ഓക്കെ, ചേട്ടൻ പറഞ്ഞല്ലേ നമ്മുടെ എത്രയോ വർഷത്തെ ഫ്രണ്ടാണ്, അപ്പോൾ പറഞ്ഞതുകൊണ്ട് ആ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് സാറിനെ കണ്ടു. സാർ ഇതെങ്ങനെയാണ് സോങ് കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ, നന്നായിട്ട് അഭിനയിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ സാർ എന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് അറിയില്ല, എനിക്ക് പേടിയാണ് കാണുമ്പോൾ തന്നെ ഞാൻ നിന്ന് വിറയ്ക്കുക, കാരണം ഇത്രയും ഫേമസ് ഡയറക്ടർ അല്ല. അപ്പൊ എനിക്കൊരു ഉള്ളിലൊരു പേടിയും ടെൻഷനും. അപ്പൊ സാറിന് ഞാൻ പെട്ടെന്ന് പോയി കാലൊക്കെ പിടിച്ച് സാർ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇച്ചിരി ആശ്വാസമായി. ആ ഓക്കെ, നന്നായിട്ട് അഭിനയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ശരി പോയി. ആ സോങ് ഞാൻ ചെയ്തു. സോങ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് വയ്യാണ്ടാവുമ്പോൾ സാറ് പറഞ്ഞു അയ്യോ ഇന്ന് ഈ ഷൂട്ട് നടക്കൂല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ല സാർ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും വരും, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നമുക്ക് ചെയ്യാൻ, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മളത് റെഡിയായി ആ സോങ് ചെയ്തു. ആ സോങ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു അഭിനയമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് മോക്ക് എന്നൊക്കെ പറഞ്ഞു. സാറ് ഞാനൊരു സോങ് അഭിനയിക്കാൻ പോയ സാറ് പറഞ്ഞു നാളെ ലൊക്കേഷനിലേക്ക് വരണം കേട്ടോ, നമുക്ക് ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര അങ്ങ് സന്തോഷമായി. അപ്പോൾ അതിൽ പിന്നെ സാർ അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ പിന്നെ കനകം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതായത് സാറിൻ്റെ സിസ്റ്ററിൻ്റെ മകളായിട്ടാണ്. അതെ അതെ, അതിൽ 2 സോങ് എനിക്ക് സാറ് എന്നെ കണ്ടിട്ട് വെത്തല ഗുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സോങ്ങും കൂടി എനിക്ക് ആഡ് ചെയ്തു തന്നു. അങ്ങനെ 2 സോങ്. ഇത് റിലീസ് 10-ാം തീയതിയാണ്. അതെ അതെ തീർച്ചയായിട്ടും അത് ഞാൻ ഒരിക്കലും വിടില്ല. അത് എനിക്ക് ചാരിറ്റബിൾ ചെയ്യുന്നതൊന്നും എനിക്ക് ആക്ച്വലി ഞാൻ ഒരുപാട് കഷ്ടതകളുള്ള എൻ്റെ ഫാമിലിക്ക് എൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയത്. അപ്പോൾ ആ കഷ്ടപ്പാടൊക്കെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളൊക്കെ എന്താ പറയുക, ഫുഡ് കഴിക്കാനുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു വളർന്നതാണ്. അപ്പോൾ എൻ്റെ ഉമ്മയാണ് ഒരു കുടുംബം നോക്കിയത്, ഞങ്ങൾ 4 മക്കൾ നോക്കിയത്. അപ്പോൾ അതിലൂടെ എനിക്ക് ഓക്കെ എനിക്കും ഇതുപോലെ വളർന്നിട്ട് ഇതുപോലെ ചെയ്യണം എന്ന്. അപ്പോൾ എങ്ങനെ ജോലിക്ക്, അപ്പോൾ അതാണ് ഞാൻ ഫാഷൻ ഡിസൈനറാണ്, ടീച്ചറാണ്, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡാൻസ്, അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കല. അപ്പൊ മാത്രമല്ല ഇത് ഇപ്പോഴേ ഒരാള് പറഞ്ഞറിഞ്ഞ് അല്ലെങ്കിൽ പബ്ലിസിറ്റി ഒന്നും ഈ പ്രസി ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചോദിച്ചു പോലും പറയാൻ താല്പര്യപ്പെടുന്നുമില്ല. ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയാൻ പാടില്ല. ആ പടത്തെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ഇതിന്റെ കണ്ടന്റ്, എന്താണ്, ആരൊക്കെയാണ് അഭിനയിക്കുന്നത് പറയാമോ? ഒന്ന് ഇരുന്ന് സംസാരിച്ചു.
അതിൻ്റെ കണ്ടന്റ് വന്നിട്ട് ഒരുപാട് കർഷകക്കാരുടെ അധ്വാനമാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ വേലോത്സവം തമിഴിലും റിലീസാവുന്നുണ്ട്, ചെന്നൈ, അങ്ങനെ അവിടെ ഇതിൽ അഭിനയിച്ച റഫീഖിക്ക, അതുപോലെ സെന്തിൽ ബായി, അങ്ങനെ അവരാണ് അവിടുത്തെ ചെന്നൈയിൽ റിലീസാവുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇത് അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെപ്പോലുള്ള കുട്ടികൾക്കൊന്നും അറിയില്ല ഈ നെല്ല് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, കൃഷിയെപ്പറ്റി. അതെ, അതിനെക്കുറിച്ച് കുട്ടികൾക്കൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ അത് മസ്റ്റായിട്ട് ഫാമിലിയായിട്ട് കുട്ടികളോട് കൂടെ പോയി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണിത്. ലൊക്കേഷൻ വന്നിട്ട് പാലക്കാടാണ്. പിന്നെ അത് മാത്രമല്ല നല്ല സുന്ദരമായ ഗ്രാമപ്രദേശമാണ് അവിടെ, വയലും നെല്ലും. അത് വർണ്ണിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ആക്ച്വലി സുന്ദര ഗ്രാമം, കൊല്ലംകോട്. അതെ അതെ, രണ്ടാം സ്ഥാനമാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും ചന്ദ്രകുമാർ സാറ് അത് ഒപ്പിയെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും വന്നിട്ട് പിന്നെ സാറിൻ്റെ സ്റ്റുഡൻസ് ആണ്. സാർ ഓൺലൈൻ വഴി പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കൂടുതൽ ആൾക്കാരും. അത് എന്താ പറയുക, 60 വയസ്സായ മുതൽ 17 വയസ്സായ ആൾക്കാർ വരെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്, കുട്ടികൾ വരെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ നാടായതുകൊണ്ട് സാർ അത് നന്നായിട്ട് തന്നെ ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് ആ സിനിമയിൽ. നമ്മളെ പോലുള്ള ആൾക്കാർ ചെന്ന് കാണേണ്ട മൂവിയാണ്. തീർച്ചയായിട്ടും ഒരുപാട്. അതെ അതെ അതെ, കൃഷിയെ കുറിച്ചാണ് ആ സബ്ജക്റ്റ് തന്നെ പറയുന്നത്. അതെ, അത് വരാനുള്ള കാര്യം കൊല്ലംകോട് എന്ന് പറയുന്ന സ്ഥലം തന്നെ വേലകളുടെയും ഉത്സവങ്ങളുടെയും നാടാണ്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വേലോത്സവം എന്നുള്ള പേര് വെക്കാനുള്ള കാരണം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് നാളെ ഒരു പുതിയ പ്രഭാതം പൊട്ടി വളരുമ്പോൾ പുതിയ നടി ഞങ്ങൾക്ക് കിട്ടുകയാണ്, എന്താണ് പ്രേക്ഷകർ പറയുള്ളത്? എല്ലാവരും ഇത് പോയി, ഈ സിനിമ മലയാളത്തിലും തമിഴിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം, തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഒരുപാട് സിനിമകൾ കിട്ടാൻ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ നിങ്ങളത് വിജയിപ്പിച്ചു തരണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും റസി ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, എത്ര വലിയ ഉയരത്തിലെത്തിയാലും ചെയ്യുന്ന ആ പ്രവൃത്തി ഒരിക്കലും നിർത്താൻ പാടില്ല. ഇല്ല, നിർത്തത്തില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു.